പുതുവർഷം പിറക്കുമ്പോൾ നമ്മളിൽ പലരെയും പിടികൂടുന്ന ഒരു വിചിത്ര രോഗമാണ് ന്യൂ ഇയർ റെസല്യൂഷൻ. ജാനുവരി 1-ന് ലോകം കീഴടക്കാൻ ഇറങ്ങിത്തിരിക്കുകയും ജാനുവരി 10-ന് പായ വിരിച്ചു കിടന്നുറങ്ങുകയും ചെയ്യുന്ന ആ ആരംഭശൂരത്വത്തെപ്പറ്റി കേൾക്കാത്തവരായി ഒരു മലയാളിയുമുണ്ടാകില്ല. എല്ലാ വർഷവും ഡിസംബർ 31-ന് അർദ്ധരാത്രി 12 മണിക്ക് പടക്കം പൊട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു പടക്കം പൊട്ടാറുണ്ട്. മാറ്റത്തിന്റെ പടക്കം. അടുത്ത വർഷം മുതൽ ഞാൻ വേറൊരു മനുഷ്യനാകും എന്ന ഉഗ്രശപഥം. ഇതിനെയാണ് നമ്മൾ സ്നേഹത്തോടെ ന്യൂ ഇയർ റെസല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഏറ്റവും വലിയ തമാശ തുടങ്ങുന്നത് ജിമ്മിലാണ്. ഡിസംബർ അവസാന വാരം തന്നെ പുതിയ ട്രാക്ക് സ്യൂട്ടും വിലകൂടിയ ഷൂസും വാങ്ങി നമ്മൾ തയ്യാറെടുക്കും. ജാനുവരി 1-ന് ജിമ്മിൽ കാലുകുത്താൻ സ്ഥലമുണ്ടാകില്ല. പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റ് ഓടാൻ പോകുന്ന ആവേശം കണ്ടാൽ തോന്നും അടുത്ത ഒളിമ്പിക്സിൽ സ്വർണം നമുക്കാണെന്ന്. പക്ഷേ ജാനുവരി 4 ആകുമ്പോഴേക്കും അലാറം അടിക്കുമ്പോൾ നമ്മൾ പറയും, ഈ തണുപ്പത്ത് ഓടാൻ പോയാൽ പനി പിടിക്കും, ആരോഗ്യം കളഞ്ഞിട്ടെന്തിനാ ജിമ്മിൽ പോകുന്നത്? അങ്ങനെ ആ ഷൂസ് കബോർഡിന്റെ മൂലയിലേക്ക് വിശ്രമത്തിന് പോകും. രണ്ടാമത്തെ ഇനം ഭക്ഷണ നിയന്ത്രണമാണ്. ഇനി മുതൽ ചായയിൽ പഞ്ചസാരയിടില്ല, പൊറോട്ട തൊടില്ല എന്നൊക്കെയാണ് പ്രഖ്യാപനം. ജാനുവരി 2 വരെ ഇത് വലിയ കുഴപ്പമില്ലാതെ പോകും. 3-ാം ദിവസം ഓഫീസിലോ വീട്ടിലോ ആരെങ്കിലും ഒരു ചൂട് ചിക്കൻ ബിരിയാണിയോ നെയ്യൊഴിച്ച പായസമോ കൊണ്ടുവന്നാൽ നമ്മുടെ റെസല്യൂഷൻ പമ്പ കടക്കും. ഇന്നൊരു ദിവസം മാത്രം കഴിക്കാം, നാളെ മുതൽ കടുപ്പിച്ചു പിടിക്കാം എന്ന ആത്മഗതത്തോടെ നമ്മൾ തുടങ്ങും. ആ നാളെ പിന്നെ അടുത്ത ഡിസംബർ 31-നേ വരൂ. ചുരുക്കത്തിൽ ന്യൂ ഇയർ റെസല്യൂഷൻ എന്നത് ഡിസംബറിലെ ആവേശവും ജാനുവരിയിലെ ആലസ്യവും തമ്മിലുള്ള ഒരു ഗുസ്തിപ്പിടുത്തമാണ്. ഇതിലെപ്പോഴും ലയിക്കുന്നത് നമ്മുടെ പഴയ സോഫയും ഉറക്കവും തന്നെയായിരിക്കും. ഒരു ശരാശരി മലയാളിയുടെ അവസ്ഥയാണിത്. എന്താണിതിന് കാരണം, അഥവാ എന്താണിതിനൊരു പരിഹാരം? ജീവിതത്തിൽ വ്യക്തമായ ഒരു ലക്ഷ്യം നിർണ്ണയിക്കാൻ കഴിയാത്തതാണ് ഇതിന് കാരണം. കൃത്യമായി ലക്ഷ്യങ്ങൾ കാണാൻ കഴിയാത്തവർക്ക് സ്വന്തം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കൃത്യമായ ലക്ഷ്യബോധവും ശ്രദ്ധയും കൈമുതലായുള്ളവരാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിന്. ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിന് കൃത്യമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നത് ഗോൾ സെറ്റിംഗ് പ്രധാനമാണ്. ദിശയറിയാതെ കടലിൽ അലയുന്ന കപ്പൽ പോലെയാണ് ലക്ഷ്യമില്ലാത്ത ജീവിതം. ജീവിതമാകുന്ന കപ്പലിന് ഒരു ദിശ നൽകുന്ന കോമ്പസാണ് ലക്ഷ്യങ്ങൾ. ലക്ഷ്യമില്ലാത്ത യാത്ര എങ്ങും എത്തിച്ചേരില്ല എന്നതുപോലെ കൃത്യമായ പ്ലാനിംഗ് ഇല്ലാത്ത ജീവിതം വിജയത്തിലെത്തില്ല. ജീവിതത്തിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കേണ്ടത് എത്രത്തോളം ആവശ്യമാണെന്ന് തെളിയിക്കുന്ന ഒരു മഹാഭാരത കഥ കേൾക്കൂ. വിജയത്തിനാവശ്യമായ ഏകാഗ്രത അഥവാ ഫോക്കസ് എങ്ങനെയായിരിക്കണം എന്നതിന് മികച്ച ഒരു പാഠമായിരിക്കുമിത്. ഗുരുവായ ദ്രോണാചാര്യർ തന്റെ ശിഷ്യന്മാരായ പാണ്ഡവർക്കും കൗരവർക്കും ഒരു പരീക്ഷ നടത്താൻ തീരുമാനിച്ചു. ഒരു മരത്തിന്റെ കൊമ്പിൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു പക്ഷിയെ അദ്ദേഹം വെച്ചു. ആ പക്ഷിയുടെ കണ്ണിനെ ലക്ഷ്യം വെച്ച് അമ്പെയ്യുക എന്നതായിരുന്നു പരീക്ഷ. ഓരോരുത്തരായി ഗുരു വിളിച്ച് വില്ലുകുലയ്ക്കാൻ ആവശ്യപ്പെട്ടു. അമ്പെയ്യുന്നതിനു മുൻപ് അദ്ദേഹം അവരോടൊരു ചോദ്യം ചോദിച്ചു. നീ ഇപ്പോൾ എന്താണ് കാണുന്നത്? യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ ആ മരവും പക്ഷിയെയും ആകാശത്തെയും നിങ്ങളെയും എല്ലാം കാണുന്നു. മറ്റുള്ളവർ പറഞ്ഞു, ഞാൻ മരക്കൊമ്പും ഇലകളും പക്ഷിയുടെ ശരീരവും കാണുന്നു. എല്ലാവരോടും അമ്പെയ്യാതെ മാറി നിൽക്കാൻ ഗുരു ആവശ്യപ്പെട്ടു. അവസാനം അർജുനന്റെ ഊഴമെത്തി. അർജുനൻ വില്ലുകുലച്ച് ലക്ഷ്യത്തിലേക്ക് നോക്കി നിന്നു. ഗുരു അതേ ചോദ്യം ആവർത്തിച്ചു. അർജുന, നീ എന്താണ് കാണുന്നത്? അർജുനൻ മറുപടി നൽകി, ഗുരുദേവ, ഞാൻ ആ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. മറ്റൊന്നും കാണുന്നില്ലേ എന്ന് ഗുരു വീണ്ടും ചോദിച്ചു. ഇല്ല, പക്ഷിയുടെ കണ്ണെന്ന കറുത്ത ബിന്ദുവല്ലാതെ മറ്റൊന്നും എന്റെ കണ്ണിലില്ല എന്ന് അർജുനൻ ഉറപ്പിച്ചു പറഞ്ഞു. സന്തുഷ്ടനായ ദ്രോണാചാര്യർ അമ്പെയ്യാൻ അനുവാദം നൽകി. അർജുനൻ വിട്ട അമ്പ് കൃത്യമായി പക്ഷിയുടെ കണ്ണിൽ തന്നെ തറച്ചു. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ചുറ്റുമുള്ള ലോകത്ത് ഒരുപാട് കാഴ്ചകളും തടസ്സങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാകും. എന്നാൽ നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയൂ. ലക്ഷ്യം വ്യക്തമാണെങ്കിൽ നമ്മുടെ എല്ലാ ഊർജ്ജവും ഒരേ ദിശയിലേക്ക് തിരിച്ചുവിടാൻ നമുക്ക് കഴിയും. തടസ്സങ്ങളെ അവഗണിച്ച് ലക്ഷ്യത്തിൽ മാത്രം കണ്ണുനട്ടിരിക്കുന്നവർക്ക് മാത്രമേ വിജയത്തിന്റെ അമ്പ് തൊടുക്കാൻ കഴിയൂ. ഇവിടെ അർജുനന്റെ കഥയെ ആസ്പദമാക്കി നമുക്ക് ഗോൾ സെറ്റിംഗ് എന്ന കലയെ അനായാസകരമായി സ്വായത്തമാക്കാം. 1. ലക്ഷ്യം കൃത്യമായി നിർവചിക്കുക. കഥയിൽ അർജുനൻ കണ്ടത് പക്ഷിയെയല്ല, പകരം പക്ഷിയുടെ കണ്ണിനെയായിരുന്നു. അതുപോലെ എനിക്ക് വിജയിക്കണം എന്ന് പറയുന്നതിന് പകരം എന്തിലാണ് വിജയിക്കേണ്ടത് എന്ന് കൃത്യമായി നിശ്ചയിക്കുക. ലക്ഷ്യം എത്രത്തോളം ചെറുതും വ്യക്തവുമാണോ അത് നേടിയെടുക്കാൻ അത്രത്തോളം എളുപ്പമായിരിക്കും. 2. ശ്രദ്ധ തിരിക്കുന്നവയെ ഒഴിവാക്കുക. മരവും മരത്തിന്റെ കൊമ്പുകളും ആകാശവും കണ്ട മറ്റു ശിഷ്യന്മാർക്ക് ലക്ഷ്യം തെറ്റിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ, അനാവശ്യ ചിന്തകൾ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്നിവ മരക്കൊമ്പുകൾ പോലെയാണ്. ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഇത്തരം തടസ്സങ്ങളെ മനഃപൂർവ്വം മാറ്റി നിർത്താൻ ശീലിക്കണം. 3. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുത്തരം കണ്ടെത്തുക.
നിങ്ങൾ എന്തിനാണ് ഈ ലക്ഷ്യം തിരഞ്ഞെടുത്തത് എന്നതിന് വ്യക്തമായൊരു കാരണമുണ്ടായിരിക്കണം. ആ കാരണം, ആ വൈ ശക്തമാണെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ പിന്തിരിയാതെ മുന്നോട്ടു പോകാൻ അത് നിങ്ങൾക്ക് കരുത്തു നൽകും. 4. വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ഭാഗങ്ങളാക്കുക. ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻടു സ്മോൾ സ്റ്റെപ്സ്. ഒരു വലിയ മല കയറുന്നത് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയം തോന്നാം. എന്നാൽ ഓരോ ചുവടും ശ്രദ്ധിച്ചുവെച്ചാൽ ലക്ഷ്യത്തിലെത്താം. നിങ്ങളുടെ വലിയ സ്വപ്നത്തെ ആഴ്ചയിലോ മാസത്തിലോ തീർക്കാവുന്ന ചെറിയ ജോലികളായി വിഭജിക്കുക. ഓരോ ചെറിയ വിജയവും നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. 5. വിഷ്വലൈസേഷൻ. അർജുനൻ അമ്പെയ്യുന്നതിനു മുൻപേ തന്റെ മനസ്സിൽ ആ ലക്ഷ്യം കണ്ടുകഴിഞ്ഞിരുന്നു. ദിവസവും കുറച്ചു സമയം നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയായതായി സങ്കൽപ്പിക്കുക. ഇത് ഉപബോധ മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ സഹായിക്കും. 6. പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക. മറ്റു ശിഷ്യന്മാർക്ക് ലക്ഷ്യം തെറ്റിയപ്പോൾ ഗുരു അവർക്കത് തിരുത്തിക്കൊടുത്തു. അതുപോലെ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ നിരാശപ്പെടാതെ എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് വിശകലനം ചെയ്യുകയും അത് തിരുത്തി വീണ്ടും ശ്രമിക്കുകയും ചെയ്യുക. ഒരു ലക്ഷ്യവുമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ലക്ഷ്യത്തിനു വേണ്ടി പരാജയപ്പെടുന്നതാണ്. കാരണം ആ പരാജയം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്ന പാർഗ്ഗമായിരിക്കും. ലക്ഷ്യത്തിലേക്കെത്തുന്നതിനെ തടയുന്ന തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ മുൻകൂട്ടി കണ്ട് അതിനെ മറികടക്കുന്നതിനാവശ്യമായ തന്ത്രങ്ങൾ അഥവാ പ്ലാനുകൾ തയ്യാറാക്കുക. നമ്മുടെ ലക്ഷ്യങ്ങൾ കൃത്യതയോടെയും വേഗത്തിലും നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രീയമായ രീതിയാണ് സ്മാർട്ട് ഗോൾ സെറ്റിംഗ്. ഒരു ലക്ഷ്യം വെറുതെ നിശ്ചയിക്കുന്നതിനു പകരം അതെങ്ങനെയുള്ളതായിരിക്കണം എന്ന് നമുക്ക് ഈ 5 കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാം. സ്മാർട്ട് എന്ന വാക്കിന്റെ പൂർണ്ണരൂപം താഴെ പറയുന്നവയാണ്. സ്പെസിഫിക്, വ്യക്തമായ ലക്ഷ്യം. ലക്ഷ്യം എപ്പോഴും കൃത്യവും വ്യക്തവുമായിരിക്കണം. എനിക്ക് വിജയിക്കണം എന്ന് പറയുന്നതിനു പകരം എനിക്ക് ഈ പരീക്ഷയിൽ 90% മാർക്ക് വാങ്ങണം എന്ന് പറയുന്നതാണ് കൂടുതൽ വ്യക്തത നൽകുന്നത്. ചോദിക്കേണ്ട ചോദ്യം, എന്താണ് ഞാൻ കൃത്യമായി നേടാൻ ആഗ്രഹിക്കുന്നത്? മെഷറബിൾ, അളക്കാൻ കഴിയുന്നത്. നമ്മുടെ പുരോഗതി എത്രത്തോളമുണ്ടെന്ന് അളക്കാൻ സാധിക്കണം. ഉദാഹരണത്തിന്, ശരീരഭാരം കുറയ്ക്കണം എന്നതിനു പകരം 5 കിലോ കുറയ്ക്കണം എന്ന് നിശ്ചയിച്ചാൽ നമുക്കത് അളക്കാൻ സാധിക്കും. ചോദിക്കേണ്ട ചോദ്യം, ലക്ഷ്യം പൂർത്തിയായെന്ന് എനിക്കെങ്ങനെ മനസ്സിലാക്കാം? അച്ചീവബിൾ, പ്രായോഗികമായത്. നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമായിരിക്കണം ലക്ഷ്യം. നമ്മുടെ കഴിവിനും സാഹചര്യത്തിനും അനുസരിച്ചുള്ള ലക്ഷ്യങ്ങൾ വേണം തിരഞ്ഞെടുക്കാൻ. അസാധ്യമായ കാര്യങ്ങൾ ലക്ഷ്യം വെക്കുന്നത് നിരാശയ്ക്ക് കാരണമാകും. ചോദിക്കേണ്ട ചോദ്യം, ഇത് നേടിയെടുക്കാൻ ആവശ്യമായ കഴിവും സാഹചര്യവും എനിക്കുണ്ടോ? റെലവന്റ്, അനുയോജ്യമായത്. നമ്മുടെ ജീവിതവുമായോ കരിയറുമായോ ബന്ധമുള്ള കാര്യമായിരിക്കണം ലക്ഷ്യം. നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്നതും നമുക്ക് ഗുണകരമാകുന്നതുമായ കാര്യങ്ങൾക്കായിരിക്കണം മുൻഗണന നൽകേണ്ടത്. ചോദിക്കേണ്ട ചോദ്യം, ഇതെന്റെ ജീവിതത്തിൽ ഇപ്പോൾ അത്യാവശ്യമാണോ? ടൈം ബൗണ്ട്, സമയപരിധി നിശ്ചയിച്ചത്. ഏതൊരു ലക്ഷ്യത്തിനും ഒരു നിശ്ചിത സമയപരിധി ഉണ്ടായിരിക്കണം. സമയപരിധിയില്ലെങ്കിൽ കാര്യങ്ങൾ നീട്ടിവെക്കാനുള്ള പ്രവണതയുണ്ടാകും. അടുത്ത മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഡിസംബർ 31-നകം എന്നിങ്ങനെ കൃത്യമായ സമയം നിശ്ചയിക്കുക. ചോദിക്കേണ്ട ചോദ്യം, ഇതെപ്പോൾ പൂർത്തിയാക്കും? എനിക്ക് കുറച്ചു പണം സമ്പാദിക്കണം എന്ന സാധാരണ ലക്ഷ്യത്തെ എങ്ങനെ ഒരു സ്മാർട്ട് ലക്ഷ്യമാക്കി മാറ്റാമെന്ന് നോക്കാം. അടുത്ത 1 വർഷത്തിനുള്ളിൽ ഒരു പുതിയ ലെനോവോ ലാപ്ടോപ്പ് വാങ്ങാനായി ഞാൻ 50,000 രൂപ സമ്പാദിക്കും. ജീവിതത്തിൽ അച്ചടക്കവും ശ്രദ്ധയും കൊണ്ടുവരാൻ സ്മാർട്ട് രീതി സഹായിക്കുന്നു. ഇത് വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ഭാഗങ്ങളായി തിരിക്കാനും അവ എളുപ്പത്തിൽ നേടിയെടുക്കാനും നമ്മെ പ്രാപ്തരാക്കുന്നു. കൃത്യമായി ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നതുകൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ: 1. വ്യക്തമായ ദിശാബോധം, ക്ലാരിറ്റി ആൻഡ് ഡിറക്ഷൻ. എവിടേക്കാണ് പോകേണ്ടതെന്നറിഞ്ഞാൽ മാത്രമേ യാത്ര സുഗമമാകൂ. ഗോൾ സെറ്റിംഗ് നമ്മുടെ ജീവിതത്തിന് ഒരു കൃത്യമായ ദിശ നൽകുന്നു. ഇത് അനാവശ്യമായ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. 2. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. ഫോക്കസ്. നമ്മുടെ സമയവും ഊർജവും എന്തിനുവേണ്ടി ചെലവാക്കണം എന്ന് തീരുമാനിക്കാൻ ലക്ഷ്യങ്ങൾ സഹായിക്കുന്നു. അനാവശ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പോകാതെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് നമ്മെ പ്രാപ്തരാക്കുന്നു. 3. പ്രചോദനം നൽകുന്നു. മോട്ടിവേഷൻ. മുന്നിലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ആവേശം നമ്മളിൽ താനേയുണ്ടാകും. ഓരോ ചെറിയ ഘട്ടം പൂർത്തിയാക്കുമ്പോഴും ലഭിക്കുന്ന സംതൃപ്തി കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ നമുക്ക് പ്രേരണ നൽകുന്നു. 4. പുരോഗതി അളക്കാൻ സാധിക്കുന്നു. മെഷറബിലിറ്റി. നമ്മൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നും ലക്ഷ്യത്തിലേക്ക് ഇനി എത്ര ദൂരമുണ്ടെന്നും മനസ്സിലാക്കാൻ ഗോൾ സെറ്റിംഗ് സഹായിക്കുന്നു. ഇത് നമ്മുടെ പോരായ്മകൾ തിരുത്തി മുന്നേറാൻ സഹായിക്കും. 5. സമയം ലാഭിക്കാം. ടൈം മാനേജ്മെന്റ്. ലക്ഷ്യങ്ങളുള്ളപ്പോൾ നമ്മൾ കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ശീലം കുറയ്ക്കുന്നു. മുൻഗണനകൾ നിശ്ചയിക്കുന്നതിലൂടെ
സമയം കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നു. 6. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. സെൽഫ് കോൺഫിഡൻസ്. നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ ഓരോന്നായി നേടിയെടുക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. എനിക്കിത് സാധിക്കും എന്ന ചിന്ത വളരാൻ ഇത് കാരണമാകുന്നു. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. ഡിസിഷൻ മേക്കിംഗ്. ലക്ഷ്യത്തിലേക്കുള്ളതാണോ എന്ന് നമ്മുടെ മുന്നിലെത്തുന്ന അവസരങ്ങൾ തിരിച്ചറിയാനും ഉചിതമായ തീരുമാനങ്ങൾ വേഗത്തിലെടുക്കാനും ഇത് സഹായിക്കുന്നു. ജിമ്മിൽ പോകുക എന്നത് പലരും എടുക്കുന്ന തീരുമാനമാണെങ്കിലും അത് കൃത്യമായി തുടരാൻ പലർക്കും സാധിക്കാറില്ല. ഒരു ലക്ഷ്യം വെറും ആഗ്രഹം മാത്രമായി മാറാതെ അത് യാഥാർത്ഥ്യമാക്കാൻ സ്മാർട്ട് ഗോൾ സെറ്റിംഗ് എന്ന രീതി ഉപയോഗിക്കുന്നത് ഏറെ ഫലപ്രദമാണ്. ജിം വർക്കൗട്ട് എങ്ങനെ സ്മാർട്ട് ഗോൾ ആക്കി മാറ്റാം എന്ന് നോക്കാം. 1. സ്പെസിഫിക് ആയിരിക്കുക. എനിക്ക് തടി കുറയ്ക്കണം അല്ലെങ്കിൽ ജിമ്മിൽ പോകണം എന്ന് പൊതുവായി പറയുന്നതിനു പകരം കൃത്യമായ ലക്ഷ്യം നിശ്ചയിക്കുക. ഉദാഹരണത്തിന്, ആഴ്ചയിൽ 4 ദിവസം വൈകുന്നേരം 6 മണിക്ക് ഞാൻ ജിമ്മിൽ പോകും. ഇത്തരത്തിൽ കൃത്യത വരുത്തുമ്പോൾ മനസ്സതിനായി തയ്യാറെടുക്കുന്നു. 2. അളക്കാൻ കഴിയുന്നവയാകുക. നിങ്ങളുടെ പുരോഗതി അളക്കാൻ കഴിയണം. ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും. ശരീരഭാരം, മസിലുകളുടെ അളവ്, അല്ലെങ്കിൽ ദിവസവും എത്ര സമയം വർക്കൗട്ട് ചെയ്തു എന്നത് ഒരു ഡയറിയിലോ ആപ്പിലോ രേഖപ്പെടുത്തുക. 3. പ്രായോഗികമായ ലക്ഷ്യങ്ങൾ. അച്ചീവബിൾ ഗോൾസ്. ആദ്യ ദിവസം തന്നെ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. അത് നിങ്ങളെ മടുപ്പിക്കും. നിങ്ങളുടെ ജീവിതശൈലിക്ക് അനുയോജ്യമായ രീതിയിൽ സമയം കണ്ടെത്തുക. തുടക്കത്തിൽ 30 മിനിറ്റ് മാത്രം വ്യായാമം ചെയ്തുകൊണ്ട് ശീലം തുടങ്ങാവുന്നതാണ്. 4. പ്രസക്തമായ കാരണങ്ങൾ കണ്ടെത്തുക. റെലവന്റ്. എന്തിനാണ് നിങ്ങൾ ജിമ്മിൽ പോകുന്നത് എന്നതിന് വ്യക്തമായ ഒരു ഉത്തരമുണ്ടായിരിക്കണം. ആരോഗ്യം മെച്ചപ്പെടുത്താനാണോ, മസില് കൂട്ടാനാണോ, അതോ മാനസിക സന്തോഷത്തിനാണോ? ഈ ലക്ഷ്യം നിങ്ങൾക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് തിരിച്ചറിയുന്നത് മടി മാറ്റാൻ സഹായിക്കും. 5. സമയപരിധി നിശ്ചയിക്കുക. ടൈം ബൗണ്ട്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എന്ത് മാറ്റം വരണമെന്ന് തീരുമാനിക്കുക. 3 മാസത്തിനുള്ളിൽ 5 കിലോ കുറയ്ക്കും എന്നിങ്ങനെ ഒരു സമയപരിധി വയ്ക്കുന്നത് ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ പ്രേരണ നൽകും. തടസ്സങ്ങൾ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുക. ഇവിടെ മിക്കവരുടെയും പ്രധാന വില്ലൻ മടിയാണ്. മടി മറികടക്കാൻ ചില പ്രായോഗിക നിർദ്ദേശങ്ങളിതാ. തലേദിവസം തന്നെ തയ്യാറെടുക്കുക. ജിം ബാഗും വസ്ത്രങ്ങളും തലേദിവസം തന്നെ റെഡിയാക്കി വയ്ക്കുന്നത് അവസാന നിമിഷത്തെ മടി ഒഴിവാക്കാൻ സഹായിക്കും. ചെറിയ ചുവടുവെപ്പുകൾ. ജിമ്മിൽ പോകാൻ തോന്നാത്ത ദിവസങ്ങളിൽ പോലും വെറും 10 മിനിറ്റ് മാത്രം ചെയ്യാമെന്ന് കരുതി പോകുക. ഒരിക്കൽ അവിടെ എത്തിയാൽ നിങ്ങൾ വർക്കൗട്ട് പൂർത്തിയാക്കാൻ സാധ്യത കൂടുതലാണ്. ഒരു കൂട്ടിനെ കണ്ടെത്തുക. സുഹൃത്തിനൊപ്പമാണ് പോകുന്നതെങ്കിൽ ഒരാൾക്ക് മടി തോന്നുമ്പോൾ മറ്റേയാൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. ഓർക്കുക, ഒരു സ്വപ്നം കേവലമൊരു സ്വപ്നമായി ചിന്തകളിൽ മാത്രം അവശേഷിക്കും. എന്നാൽ അതിനൊരു തീയതി നിശ്ചയിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ ഇറങ്ങിത്തിരിച്ചാൽ അത് ലക്ഷ്യമായി മാറുന്നു. ഇത്തരം ലക്ഷ്യങ്ങൾ നാം ലക്ഷ്യം വെച്ചതിനുമപ്പുറം വേഗത്തിലും കൂടുതൽ കാര്യക്ഷമമായും നേടാൻ സാധിക്കും. 2026 നിങ്ങൾക്ക് പുതിയ നേട്ടങ്ങളുടെ ഒരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു.